ഉണ്ടെന്ന് ചൊല്ലി രണ്ടായി തീർന്നാൽ അത് നന്നായിടും എന്നാണല്ലോ. അതെ അതെ. എന്തോന്ന് അറിയുന്നു? എന്തുട്ടി കന്നാലി പറയണേ? നിനക്ക് വല്ലതും മനസ്സിലായോ മത്തായിയെ? മനസ്സിലായില്ല അല്ലേ? ഇല്ല. ഇപ്പോ നിങ്ങളുടെ കമ്പനിയില് 3 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഇല്ലേ? ഉണ്ട്. എയർലൈൻ എഞ്ചിനീയറിംഗ്, എയർലൈൻ പ്രൊഡക്റ്റ്, പിന്നെ എയർലൈൻ ഡെലിവറി. എന്നാൽ അതിനെ അങ്ങോട്ട് 2 ആക്കുക. ആയിക്കോട്ടെ, ആക്കാം. എന്തുട്ടി ഇപ്പൊ അങ്ങനെ ആക്കണേ? ജപ്പാനില് സുനാമിയുടെ അപഹാരം, ആഫ്രിക്കയിലെ ആരൂഢത്തിൽ ബഗ് കയറിയിരിക്കണു, അസ്ഥാനയിലെ ഗ്രഹസ്ഥാനം അത്രയ്ക്ക് അങ്ങോട്ട് നല്ലതുമല്ല. ഇതിന്റെ പരിഹാരം ഒന്നേ ഉള്ളൂ. ആ 3 പിടിച്ച് അങ്ങോട്ട് 2 ആക്കുക. 3 ആയാൽ മുങ്ങിപ്പോവും എന്നാണല്ലോ. ഇങ്ങനെ ആക്കിയ ഞങ്ങൾക്ക് എന്താ ഗുണം? ഇപ്പോ നിങ്ങൾ ആരാണ്? മാനേജർ, മാനേജർ ഓഫ് പ്രോഡക്റ്റ്. ഇനി നിങ്ങൾ പ്രോഡക്റ്റ് മാനേജർ ആകും വിത്ത് പ്രമോഷൻ. നിങ്ങൾ വേണം ഇതെല്ലാം മാനേജ് ചെയ്യാൻ. ഓക്കെ. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഒരു കർമ്മം കൂടി ചെയ്യാനുണ്ട്. ഇനിയിപ്പോ എന്തുട്ടാ? പൾസ് എല്ലാവരുടെയും ഡെസ്ക്ടോപ്പിൽ അതൊരു വാൾപേപ്പറായും സ്ക്രീൻ സേവറായും അങ്ങോട്ട് പ്രതിഷ്ഠിക്കുക. അത് അവരുടെ മനോവികാരങ്ങളെ അങ്ങോട്ട് പകർത്തിയെടുക്കും. ഓ, എന്നിട്ടോ? അതൊന്ന് കാണിച്ചിട്ട് വേണം പിന്നെ എന്ത് ചെയ്യണമെന്ന് അങ്ങോട്ട് തീരുമാനിക്കാൻ. അല്ല രാജീവരെ, ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് പെട്ടെന്നൊരു ശമനത്തിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടോ? നാം എല്ലാം മനസ്സിലാക്കുന്നു. പ്രശ്നം കസ്റ്റമേഴ്സ് ആണല്ലേ? അതെ. ലൈവായ ഉടനെ PSSലേക്ക് തട്ടാറുണ്ട് അല്ലേ? ഓ തിരുമേനി, അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെ ഇങ്ങനെ കറക്കണം. എങ്ങനെ? ഇതാ ഇങ്ങനെ വലത് കാല് വലത്തോട്ടും വലത് കൈ ഇടത്തോട്ടും. നിങ്ങൾ ഇത് ഓഫീസിൽ ചെന്നങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഇപ്പോൾ നിങ്ങൾക്കുള്ള എല്ലാ ഫ്ലൈറ്റ്സിൻ്റെയും നല്ല ഭാഗങ്ങൾ ചേർത്ത് വെച്ച് ഒരു ബേസ് ഫ്ലൈറ്റ് അങ്ങോട്ട് ഉണ്ടാക്കുക. അതിൻ്റെ പരിപാടികളും തുടങ്ങിക്കോളൂ. ഒരു കാര്യം കൂടി, വാസ്തുപരമായി നിങ്ങളുടെ കെട്ടിടത്തിനൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് അതിന് മുൻവാതിൽ കുറച്ച് ഇടത്തോട്ട് അങ്ങോട്ട് മാറ്റി വെച്ചോളാം. സത്യത്തില് അങ്ങേര് പറഞ്ഞ വല്ല മനസ്സിലായോ? നിനക്ക് മനസ്സിലായില്ലേ? മത്തായം കുട്ടി പിന്നെയും മത്തായം കുട്ടി ആയെന്ന്. എന്താ? എന്ത് പണ്ടാലാവട്ടെന്ന്. നിങ്ങൾ ചെന്ന് അങ്ങേര് പറഞ്ഞ മാതിരി ബേസ് ഫ്ലൈറ്റ് ഉണ്ടാക്കിയേ. Good morning guys. We are going to build a new base airline from our existing airlines. Mr. Manoharan KK, Makaka will lead this activity. Mr. Makaka, there are 2 experienced persons and 3 freshers. Build a base airline within 2 weeks. Okay. Guys, we have to build the base within 1 week. This is Jebai and Sanu. They will explain your activities. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ആ എട്ടുകാരൻ്റെ എൻജിൻ എടുക്കണം. പിന്നെ ദേ കണ്ടോ, ആ ബോയിങ്ങിൻ്റെ ബോഡി എടുക്കണം. പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ള എയർ ബസ് ഉണ്ടോ, അതിൻ്റെ ചിറകും എടുക്കണം. ഇത് 3 ചേർത്ത് വെച്ച് ഒരു പുതിയ ഫ്ലൈറ്റ് ഉണ്ടാക്കണം. സിമ്പിൾ അല്ലേ? ആ ശരി, ഓക്കെ. സാനു, ആ പെങ്കൊച്ച് കൊള്ളാം അല്ലേ? നല്ല ശ്രദ്ധ. ആ കുഴപ്പമില്ല. Base! 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 ATR-ഉം എയർ ബസും ബോയിങ് ബോഡിയും പിന്നെ ജപ്പാനിലെയും ആഫ്രിക്കയിലെയും ബഗിൻ പിക്സാസും. ബേസ്! ബേസ്!
ATR-ഉം എയർ ബസും ബോയിങ് ബോഡിയും പിന്നെ ജപ്പാനിലെ ആഫ്രിക്കയിൽ ബഗിൻ ഫിക്സസും ബേസ് 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 സെയിൽസുകാര് ഡെമോ കാണിക്കുമ്പോഴടിയിലാണ് കസ്റ്റമർ നീഡ്സിൽ ഓൾറെഡി വിറ്റാണ് സെയിൽസുകാര് ഡെമോ കാണിക്കുമ്പോഴടിയിലാണ് കസ്റ്റമർ നീഡ്സിൽ ഓൾറെഡി വിറ്റാണ് ATR-ഉം എയർ ബസും ബോയിങ് ബോഡിയും പിന്നെ ജപ്പാനിലെയും ആഫ്രിക്കയിലെയും ബഗിൻ ഫിക്സസും ബേസ് 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 എന്തായി തീരാറായോ? ഒരു 3 പീടിയുടെ വേണം. ഓ 3 പിടി. 1 പിടി ഈക്വൽസ് 8 hours. So 3 PD equal to 8 into 3 equal to 24 hours. ഓക്കെ അപ്പോൾ നാളെ കഴിയും അല്ലേ ജബൈ? അപ്പോൾ നാളെ സെറ്റപ്പൊക്കെ ഓക്കെ ആക്കാമല്ലോ അല്ലേ? നാളത്തേക്ക് അവൻ്റേതെല്ലാം ശരിയാക്കാമെന്ന് സാനു പറഞ്ഞിട്ടുണ്ട്. എടാ സനു, ഇങ്ങനെ എന്താ ഇങ്ങനെ സ്പീഡിൽ ഓടുന്നത്? ഒരുപാട് കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന ആളാ. എല്ലാത്തിനും ഭയങ്കര സ്പീഡും. ഒരേ സമയം തന്നെ 4 ഇടത്ത് കണ്ടിരിക്കണു ചിലര്. എന്താ ആരെ 4 ഇടത്ത് ഒരുമിച്ച് കൊണ്ടേ? ഇപ്പൊ 5 ആയി. സർബത്തേ സർബത്ത് സർബത്ത് സർബത്തേ. അല്ല ഇതാരാ? സുലൈമാനോ? നീ എന്താ ഇങ്ങനെ ഈ സർബത്തൊക്കെ വിറ്റോണ്ട്? ജീവിക്കണ്ടേ മക്കാക്ക? പുതിയ സാലറി ഒക്കെ കണ്ടില്ലേ? അയ്യോ എന്തു പറ്റി? സാലറി ഗോട്ട് ഇൻ ത്രോട്ട്. എന്ത് സാലറി അടിച്ച് കിട്ടിയെന്ന്. എന്തു പറ്റി? നമ്മള് ഈ ഒക്ടോബർ വിപ്ലവത്തിൽ സാലറി കൂടുന്നൊക്കെ വിചാരിച്ച് കുറെ ലോണൊക്കെ എടുത്തിനു. അവസാനം ഹൈക്ക് വന്നത് 100 ഉലുവ. ഇൻഡസ്ട്രിയൽ അലൈൻമെന്റ് എന്നൊക്കെ നമ്മുടെ കമ്പനി പറയണു. അത് ചെയ്തവന്മാരോട് തന്നെ ചോദിക്കണം ഏത് ഇൻഡസ്ട്രി ആയാ ഓര് അലൈൻ ചെയ്തതെന്ന്. അല്ലേലും ഇതൊക്കെ ആരോട് പറയാൻ? ഇതിങ്ങനെ എത്ര വട്ടം സർബത്തേ സർബത്ത് സർബത്ത് സർബത്തേ. പണ്ട് സെർവർ എന്ന് പറഞ്ഞ് നടന്നവനാ.